കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തുന്ന കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിൽ തിരുവചന ചിന്തയുമായി സ്തോത്രം കടന്നു വരുവാൻ ദൈവം ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആവശ്യങ്ങളെപ്പറ്റി ദൈവത്തോട് പറയുന്ന വിഷയത്തെ പ്രതി യേശു പറയുന്ന ഒരു പ്രതികരണം ആയിട്ട് നമുക്ക് ഈ ഭാഗത്തെ കാണുവാൻ കഴിയും. അതിന് കാരണം അതിന് മുമ്പിലത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന 7-ാമത്തെ വാക്യം, മത്തായി 6:7 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്: പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അപ്പം ജാതികൾക്കുള്ള ഒരു ചിന്തയാണ്, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനകത്തൊരു മറുപടി ഉണ്ടാകും, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും. അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന റിപ്പീറ്റേഷൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗം ജാതികൾക്ക് ഉണ്ട്. പക്ഷേ ദൈവമക്കളായ നമ്മോട് അങ്ങനെയല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ആ ഭാഗം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കും. നീയോ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ പറയും ജാതികളെ പോലെ എന്ത് ചെയ്യരുത്, ജൽപ്പനം ചെയ്യരുത്. പിന്നെ എന്താ പറയുന്നത്? നിങ്ങൾ അവർക്ക് തുല്യരാകരുത്. ജാതികളെ പോലെ അല്ല നമ്മൾ സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ യാചിക്കുന്നതിന് മുൻപ് നമ്മുടെ വിഷയം ആരറിയുന്നു? നമ്മുടെ ദൈവം അറിയുന്നു. സ്തോത്രം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തിരുവചനം വ്യക്തമായിട്ട് 4-ാം അധ്യായം ഫിലിപ്പി ലേഖനമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ അറിയിക്കുക എന്നുള്ളതാണ് അല്ലേ, അറിയിക്കുക, ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങൾ വിഷയങ്ങൾ പറയുക. പക്ഷെ ഒരു റെപ്പിറ്റേഷൻ പോലെ ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. പകരം നമ്മൾ ആ വിഷയത്തെ ദൈവത്തോട് പറയുകയും ദൈവത്തിന് ഹിതമാകുന്ന സമയത്ത് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് വെളിപ്പെടുത്തുകയും ചെയ്തു. ഒരുപക്ഷെ കാലതാമസം നേരിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്പോട്ടിൽ ഒരുപക്ഷെ മറുപടി കിട്ടണമെന്നില്ല, എന്നാൽ നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകും. അത് ഉറപ്പായ കാര്യമാണ്. സ്തോത്രം. അതാണ് പറയുന്നത്, നമ്മൾ യാചിക്കും മുൻപ് അവനത് അറിയുന്നു. സ്തോത്രം. അപ്പം നമ്മുടെ എല്ലാ വിഷയങ്ങളെ അറിയുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് ഒരു വിഷയത്തെ പ്രതി നിങ്ങൾ ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നന്നായി അറിയുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് ജാതികളെ പോലെ ജൽപ്പനം ചെയ്യാതെ ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ പറഞ്ഞ് ദൈവഹിതത്തിന് ഏൽപ്പിക്കപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ സ്വർഗമിട വരുത്തിയാട്ട് മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.